Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ക്യാമറ അറിയുന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D സീനുകളിൽ മൾട്ടിപ്പിൾ ക്യാമറാസ് ക്വിക്കായി ക്രിയേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഒരു ഫ്രീ സ്ക്രിപ്റ്റാണിത്. ഈ ടൂൾ ഉപയോഗിച്ച് ഏതൊരു മെഷീന്റെയും സ്പ്ലൈനിന്റെയും വെർട്ടെക്സ് നോർമൽസിനെ ബേസ് ചെയ്ത് ക്യാമറാസിന്റെ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയ സീനിലും മൾട്ടിപ്പിൾ ക്യാമറാസ് ക്രിയേറ്റ് ചെയ്യാനും അതിനെ ഈസിയായി ഹാൻഡിൽ ചെയ്യാനും ഈ സ്ക്രിപ്റ്റിലൂടെ സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഈ ഒരു സീനിലെ ടോപ്പ് വ്യൂവിൽ ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ലൈനിലെ വെർട്ടെക്സിനനുസരിച്ച് മൾട്ടിപ്പിൾ ക്യാമറാസ് ക്രിയേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ലൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മെയിൻ ടൂൾ ബാറിൽ നിന്നും ക്യാമറ അറിയുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലൈനിൽ വെർട്ടെക്സുകൾ ഇവിടെ കാണാവുന്നതാണ്. ഇതുപോലെ സ്പ്ലൈൻ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എല്ലാ വെർട്ടെക്സുകളിലേക്കും നമുക്ക് ആവശ്യമുള്ള വെർട്ടെക്സുകൾ സെലക്ട് ചെയ്തും ക്യാമറാസിനെ ഈ ഒരു സ്ക്രിപ്റ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്പ്ലൈനിലെ എല്ലാ വെർട്ടെക്സുകളിലേക്കും ക്യാമറ ക്രിയേറ്റ് ചെയ്യാനായി യൂസ് ഓൾ വെർട്ടിസസ് എന്ന ഡിഫോൾട്ടായ ഈ ഒരു ടിക്ക് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി പിക്ക് സോഴ്സ് ഒബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ അറിയുന്ന ഈ ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ ഈ ഒരു ലൈൻ പിക്ക് ചെയ്തതായി ഇവിടെ കാണാവുന്നതാണ്. അടുത്തതായി നമ്മൾ ഏത് ക്യാമറയാണ് ഈ ഒരു സീനിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ക്യാമറ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഫിസിക്കൽ ക്യാമറ, സ്റ്റാൻഡേർഡ് ക്യാമറ, വീറെ ഫിസിക്കൽ ക്യാമറ തുടങ്ങിയ ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ നിന്നും നമ്മളുടെ സീനിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ക്യാമറ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു സീനിലേക്ക് ഫിസിക്കൽ ക്യാമറയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഈ ഒരു ക്യാമറ ടാർഗറ്റഡ് ക്യാമറയായും ഫ്രീ ക്യാമറാസായും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ടാർഗറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടാർഗറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു ഡമ്മി ഒബ്ജക്റ്റും ക്രിയേറ്റ് ആവുന്നതാണ്. ഇതിലൂടെ ആ ഡമ്മി ഒബ്ജക്റ്റിനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്യാമറാസിനെയും ഈസിയായി ഹാൻഡിൽ ചെയ്യാവുന്നതുമാണ്. ഇനി ടാർഗറ്റ് ക്യാമറാസ് എന്ന ഈ ഒരു ഓപ്ഷൻ എനബിൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ സ്പ്ലൈനിലുള്ള വെർട്ടെക്സിനനുസരിച്ച് ഫ്രീ ക്യാമറാസ് വെർട്ടെക്സ് നോർമലുകളെ ബേസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. പോയിന്റ് ക്യാമറാസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു നോർമൽ, ഡയറക്ഷൻ ഓഫ് നോർമൽസ് എന്നിങ്ങനെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിലൂടെ നോർമൽസിനെ ബേസ് ചെയ്തോ നോർമൽസിനെ ഓപ്പോസിറ്റ് ആയോ ക്യാമറാസിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമായി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു നോർമൽസ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ജനറേറ്റ് ക്യാമറാസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു വെർട്ടെക്സുകളെ ബേസ് ചെയ്ത് ഈ ക്യാമറാസിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സ്പ്ലൈനിലേക്ക് ആ സ്പ്ലൈനിലെ വെർട്ടെക്സുകളെ ബേസ് ചെയ്ത് ഇവിടെ ക്യാമറാസ് ക്രിയേറ്റ് ആയതായി കാണാവുന്നതാണ്. ഇനി ഈ ക്യാമറാസിനെ കൺട്രോൾ ചെയ്യുന്നതിനായി ഒരു പോയിന്റ് ഹെൽപ്പറും ഇവിടെ ക്രിയേറ്റ് ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ ഒരു പോയിന്റ് ഹെൽപ്പർ യൂസ് ചെയ്തുകൊണ്ട് ക്യാമറാസിന്റെ ഹൈറ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോയിന്റ് ഹെൽപ്പർ മൂവ് ടൂൾ യൂസ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം Z ആക്സിസിൽ 150 സെന്റിമീറ്റർ ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ക്യാമറാസ് ഈ ഒരു ഹൈറ്റിലേക്ക് ഇവിടെ സെറ്റ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ക്യാമറ അറയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ക്യാമറാസും ഇൻസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈസിയായി ഒരു ക്യാമറയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ക്യാമറയിലേക്കും ആ സെറ്റിംഗ്സ് ഓട്ടോമാറ്റിക്കായി നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇൻഡിവിജ്വലായി ക്യാമറ സെലക്ട് ചെയ്തുകൊണ്ട് ആ ക്യാമറയുടെ ഹൈറ്റ്, പൊസിഷൻ തുടങ്ങിയവ മാനുവലായി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്യാമറ വ്യൂസും ഈ 2 ആരോ ബട്ടൺസ് യൂസ് ചെയ്തുകൊണ്ട് സ്വിച്ച് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് വ്യൂസ് സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആ വ്യൂസിനെ അറേഞ്ച് ചെയ്യാവുന്നതുമാണ്. അടുത്തതായി സർക്കിൾ ഷേപ്പിൽ ടാർഗറ്റഡ് ക്യാമറാസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി ക്രിയേറ്റിൽ നിന്നും ഈ ഒരു സർക്കിൾ യൂസ് ചെയ്തുകൊണ്ട് ക്യാമറാസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയയിൽ ഈ സർക്കിളിനെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ ഈ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സർക്കിൾ ഇതുപോലെ പിക്ക് ചെയ്യാം. ഇനി ടാർഗറ്റ് ക്യാമറാസ് എന്ന ഈ ഒരു സെക്ഷൻ ഞാൻ ടിക്ക് ഓൺ ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ടാർഗറ്റ് ക്യാമറാസ് ടിക്ക് ഓൺ ചെയ്തപ്പോൾ പോയിന്റ് ക്യാമറാസ് 2 എന്ന ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കുകയാണ്.
ഇനി ജനറേറ്റ് ക്യാമറാസ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്യാമറാസിനെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ക്യാമറ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഈ ക്യാമറാസിനെയും ക്യാമറ ടാർഗറ്റ്സിനെയും കൺട്രോൾ ചെയ്യുന്നതിനായി 2 പോയിന്റ് ഹെൽപ്പേഴ്സ് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ഒരു പോയിന്റ് ഹെൽപ്പർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ക്യാമറ ഹൈറ്റ് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ക്യാമറാസിന്റെ ടാർഗറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ പോയിന്റ് ഹെൽപ്പർ സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ക്യാമറ സെലക്ട് ചെയ്തുകൊണ്ട് ക്യാമറ വ്യൂയിലേക്ക് പോവാം. ഈ ഒരു ക്യാമറ വ്യൂ ഇവിടെ കാണാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ ഒരു ക്യാമറ സെലക്ട് ചെയ്ത് ഇൻഡിവിജ്വലായി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ മൾട്ടിപ്പിൾ ക്യാമറാസ് ആവശ്യമുള്ള 3D സീനുകളിലേക്ക് ക്യാമറാസിനെ ക്വിക്കായി ക്രിയേറ്റ് ചെയ്യാനും ആ ക്യാമറാസിനെ ഈസിയായി ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും എച്ച് മീഡിയയുടെ വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഈ സ്ക്രിപ്റ്റിനെ സെലക്ട് ചെയ്ത് 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. ഇനി ടൂൾ ബാർ സെലക്ട് ചെയ്ത് കാറ്റഗറിയിൽ സ്പ്ലൈൻ ഡൈനാമിക്സ് ഫ്രീ സ്ക്രിപ്റ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ആക്ഷൻസിൽ ക്യാമറ അറേ കാണാവുന്നതാണ്. ഇനി ഈ സ്ക്രിപ്റ്റിനെ മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി ന്യൂ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ന്യൂ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആക്ഷനിൽ നിന്നും നമ്മുടെ സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്ത് ഈ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം മെയിൻ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ 3D സീനുകളിലേക്ക് മൾട്ടിപ്പിൾ ക്യാമറാസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്യാമറ അറിയുന്ന ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.